ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഏവിയേറ്റർ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് നമ്മൾ പോയി വണ്ടി എടുത്തുകൊണ്ടെന്നാണ്. നിലവിൽ വണ്ടി ഓട്ടം വളരെ കുറവാണ്. ഏകദേശം ഒരു 4 മാസത്തോളം വണ്ടി ഉപയോഗിച്ചില്ല എന്നാണ് പറഞ്ഞത്. ഇതിക്ക് മുമ്പ് ഇതേപോലെ കംപ്ലൈൻറ്റ് വന്നിട്ട് നമ്മൾ ഈ കാർബറേറ്റർ അസംബ്ലിയൊക്കെ മാറ്റി പുതിയത് വെച്ചാണ് ഈ ഇരിക്കുന്ന കാർബറേറ്റർ അസംബ്ലിയൊക്കെ കേട്ടോ. ഇപ്പോഴും സെയിം കംപ്ലൈൻറ്റ് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ പെട്രോൾ കിടന്ന് മെൽറ്റായിട്ട് ജെറ്റുകളൊക്കെ ബ്ലോക്കായിപ്പോയി. സാധാരണ ഇങ്ങനെ വന്ന കേസിൽ ഒട്ടുമിക്ക വണ്ടിക്കും ഓവർഫ്ലോ കംപ്ലൈൻറ്റ് കൂടി വരാറുണ്ട്. നിലവിൽ ഇപ്പോൾ നമുക്ക് വണ്ടിക്ക് നിലവിൽ പ്രശ്നമില്ല. പക്ഷേ അങ്ങനെ ഈ പെട്രോൾ കിടന്ന് മെൽറ്റായിട്ട് അങ്ങനത്തെ ഒരു പ്രോബ്ലത്തിലേക്ക് വന്നേക്കണ വണ്ടിക്ക് ഒട്ടുമിക്ക വണ്ടിക്ക് ഓവർഫ്ലോ കംപ്ലൈൻറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുടെ ഈ വണ്ടിയുടെയും കാർബറേറ്റർ ആ ഒരു ഗണത്തിലേക്കാണ് വരിക. ഓവർഫ്ലോ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇപ്പോഴത്തെ പെട്രോൾ അങ്ങനത്തെ പെട്രോളാണ്, എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ്. അലുമിനിയം ബോഡിയാണ് ഈ കാർബറേറ്റർ എന്ന് പറയുന്നത്. കാർബറേറ്ററിൻ്റെ ബോഡി ശരിക്കും അലുമിനിയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഈ പെട്രോൾ കിടന്ന് അതിൻ്റെ ഉള്ളിൽ കെമിക്കൽ റിയാക്ഷൻസ് വന്നിട്ട് ദ്രവിച്ചു പോകുന്നതാണ് കംപ്ലയിൻറ്റ്. അത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഓട്ടം വളരെ കുറവുള്ള വണ്ടികളിലാണ്. താരതമ്യേന ഡെയിലി യൂസ് ചെയ്യുന്ന വണ്ടിക്ക് കംപ്ലയിൻ്റ് ഉണ്ട്. പക്ഷേ ഓട്ടം കുറവുള്ള വണ്ടിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കംപ്ലയിൻറ്റ്സ് ഏകദേശം ഒരു 80% കുറവാണ്. അപ്പോൾ നിലവിൽ റിപ്പീറ്റ് നമ്മളുടെ ഉപയോഗം ഇതേ രീതിയിൽ തന്നെയാണെങ്കിൽ ഈ പറഞ്ഞ കംപ്ലയിൻറ്റ് വീണ്ടും വരും. അത് ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ കാർബറേറ്റർ മാറ്റിയപ്പോൾ കുറേ ടൈം എടുത്ത് വരാനായിട്ട്. ഇനി അങ്ങനെയായിരിക്കില്ല, ചിലപ്പോൾ പെട്ടെന്നായിരിക്കാം. കാരണം ഓൾറെഡി അതിൻ്റെ കാർബറേറ്ററിൻ്റെ ബോട്ടം കേസ് നല്ല രീതിയിൽ വീക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ കാർബറേറ്ററൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് സ്ലോ ജെറ്റൊക്കെ മാറ്റി റീസെറ്റാക്കി സ്റ്റാർട്ടിങ് കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. ഞാൻ ബ്രേക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് ആ എയറൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് എഞ്ചിൻ ഓയിൽ നോക്കി വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത്രയും ചെയ്തിട്ട് നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക. വീണ്ടും റിപ്പീറ്റ് ഇതേപോലെ തന്നെയാണ് എന്നുണ്ടെങ്കിൽ കംപ്ലയിൻറ്റ് വരും, 100% ഉറപ്പാണ്. വണ്ടി എടുത്ത് ഉപയോഗിക്കുക, അതാണ് മെയിനായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു സൊല്യൂഷൻ. പിന്നെ കൂടുതലായിട്ട് പെട്രോൾ അടിക്കുമ്പോൾ പവർ പെട്രോളിലേക്ക് ഒന്ന് കൺവേർട്ട് ആക്കി നോക്കാം, അതൊക്കെയാണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസൊക്കെ ഓൾറെഡി വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ.